ഇപ്രാവശ്യത്തെ ഇലക്ഷനിലെ കാൻഡിഡേറ്റ്സിനെ പ്രഖ്യാപിക്കുന്നത് ഓരോ നിമിഷവും സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടാണ്. അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടുവരുന്നു, ഒറ്റയടിക്ക് അത് മാറുന്നു. അങ്ങനെ പല രീതികളിലാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കമന്റ് കണ്ടു. അതിൽ 2020 എന്ന് പറഞ്ഞ പാർട്ടിയെ കുറിച്ചായിരുന്നു ഒരു കമന്റ്. ഇതെന്താ 2020 എല്ലാം ബിഗ് ബോസ് താരങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇതിൽ എന്താ പറയുക ഇലക്ഷനെ മുന്നിൽ നിർത്തുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അത് 2020 മാത്രമല്ല, ശരിക്കും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ താരങ്ങളുണ്ട് ഇപ്രാവശ്യം, അല്ലെങ്കിൽ കുറേ സെലിബ്രിറ്റീസ് എന്ന് പറയാം. നമുക്ക് താരങ്ങൾ എന്ന് പറയുന്നത് സെലിബ്രിറ്റീസ് എന്ന് പറയാം. പല മേഖലയിൽ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ചിലവർ പ്രതീക്ഷിച്ച കുറേ പേരുകളുണ്ടായിരുന്നു, ആ പേരുകളൊന്നും വന്നില്ല. ഇപ്പോഴും ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോഴും പൂർണ്ണമായിട്ടും എല്ലാ പാർട്ടിക്കാരും എല്ലാവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഈ 2 തിങ്കളാഴ്ച വരെയൊക്കെ ഉണ്ട് തോന്നുന്നു അതിൻ്റെ ഒരു ഡേറ്റ്. ഈ പറഞ്ഞ അവസാനം നാമ എന്താ പറയുക പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ്. അപ്പോൾ എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഇപ്പം തന്നെ കുറച്ച് രസകരമായിട്ടുള്ള കുറച്ച് എന്താ പറയുക ട്വിസ്റ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഈ പറഞ്ഞ പോലെ തന്നെ NDAയുടെ ഈ പറയുന്ന 2020യുടെ കാര്യം തന്നെയാണ്. 2020 അവരുടെ ഈ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിൽ ആദ്യം പ്രധാനമായിട്ടുണ്ടായിരുന്ന ഒന്ന് ലക്ഷ്മിപ്രിയയും അതുപോലെ തന്നെ വീണ നായരുമായിരുന്നു. അവർ രണ്ടുപേരും എന്താ പറയുക നമുക്കറിയാം, സിനിമയിലും മിനി സ്ക്രീനിലും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഇതിൽ ലക്ഷ്മിപ്രിയ ആണെങ്കിൽ അമ്മയുടെ വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ ഇവർ ഒരാളെ പെരുമ്പാവൂർ, ലക്ഷ്മിപ്രിയ പെരുമ്പാവൂരും വീണ നായർ ഏറ്റുമാനൂരും, ഇങ്ങനെ 2 സ്ഥലത്തായിരുന്നു അവർ സ്ഥാനാർത്ഥികളെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അവസാന നിമിഷം സംഭവിച്ചെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേർക്കും മത്സരിക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്ക് ഭയങ്കര എന്താ പറയുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു രണ്ടുപേരും അതിന് വിശദീകരണമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കണ്ടിരുന്നു. പിന്നെ ഞാൻ ഒരു ഡീറ്റെയിൽ പോസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇവർ തന്നെ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വീണയാണെങ്കിൽ അവർ പറയുന്നത് ഒരു ന്യായം എന്ന് പറഞ്ഞാൽ അവർ ജീവിതത്തിൽ ആകെ ഒരു തവണയെ വോട്ട് ചെയ്തിട്ടുള്ളൂ. അതെനിക്ക് മനസ്സിലായത് അവർ 2016 ഇലക്ഷൻ എന്നുള്ളത്. കാരണം ഇവർ പറഞ്ഞ അവസാനം ഇവർ ചങ്ങനാശ്ശേരിയിലാണ് വോട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവർ ദുബായിലായിരുന്നു. ഇപ്പം കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ നമുക്ക് പറയാം 2021 കോവിഡിൻ്റെ ഒക്കെ ഒരു ടൈമാണ്. ആ സമയത്ത് ഇവർ ദുബായിലായിരുന്നു എന്ന് പറഞ്ഞത്. പിന്നീട് എനിക്ക് തോന്നുന്നു അവർ വേറെ ഇലക്ഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഹോസ്പിറ്റലായിരുന്നു. എന്തായാലും അവർ ഇപ്പോഴാണ് അവർ തുറന്നു പറയുന്നത്. അവർ എന്നും അവരൊരു BJP അനുഭാവം തന്നെയായിരുന്നു. അവരത് ഓപ്പണായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അവരാണ് അവസാനം ഇവർ കഴിഞ്ഞ പ്രാവശ്യം ഇവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ടിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവിനെ വോട്ട് ചെയ്ത് അത് പ്രസന്നകുമാരിക്കായിരുന്നു. അവർ BJP ആയിരുന്നു. എന്തായാലും ഇപ്രാവശ്യം ഈ പറയുന്ന പോലെ തന്നെ നമുക്കറിയാം ഈ SIRും അങ്ങനെ ഒരുപാട് കാര്യം, പിന്നെ പല പാർലമെന്റ് ഇലക്ഷനും തദ്ദേശ തെരഞ്ഞെടുപ്പും അല്ലെങ്കിൽ അസംബ്ലി ഇലക്ഷനും പലതിനും നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിലെ പേര് ചിലപ്പോൾ നമുക്ക് 2-3 സ്ഥലങ്ങളിൽ നമ്മൾ താമസിച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്തും പല പേരുകൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് പോയി നോക്കി നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. പക്ഷേ ഇത് പലവരും ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇവർ തന്നെ പറഞ്ഞു, ഇതിന് എൻ്റെ തെറ്റ് നിങ്ങൾക്ക് ആവർത്തിക്കും, നിങ്ങൾക്കും പലർക്കും അറിയാത്ത കാര്യങ്ങളായിരിക്കും, നിങ്ങളിതൊക്കെ ചെയ്യണം എന്നാണ് പറഞ്ഞത്. എന്തായാലും വീണ നായർ പറഞ്ഞത് ഞാനിപ്പോൾ എന്തായാലും 2020യുടെ ഭാഗമാണ്, ഇനി ഞാൻ 2020ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ പ്രവർത്തിക്കും എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. ഇതിനിടയ്ക്ക് അവരെ ഒന്ന് എന്താ പറയുക മുഷിപ്പിക്കുന്ന തരത്തിലുള്ള ചില ചോദ്യങ്ങളൊക്കെ മീഡിയാസ് ചോദിക്കുന്നത് ഞാൻ കണ്ടു. അതിലൊരു ചോദ്യത്തിൽ ഒരു മറുപടി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കൈരളിയാണല്ലേ, ചോദ്യം കേട്ടപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞു. അത് പലപ്പോഴും ഞാൻ കേൾക്കുന്ന ഒരു ട്രോളാണ്. നിങ്ങൾ കൈരളിയാണല്ലേ, അല്ലെങ്കിൽ മീഡിയ വൺ ആണല്ലേ എന്നൊക്കെ എടുത്ത് ചോദിക്കുന്നതൊക്കെ ഒരു ട്രോൾ എന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവാം, അങ്ങനെ ചോദിക്കാൻ പാടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയും. പിന്നെ ഉള്ളത് ലക്ഷ്മിപ്രിയയാണ്. അപ്പം ലക്ഷ്മിപ്രിയയും ABVP ആയിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അവർ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ അവർ BJPയുടേതാണ്. എനിക്ക് തോന്നുന്നു അവർ ഭയങ്കരമായിട്ട് മോദിയോടുള്ള അവരുടെ ആരാധന അവർ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അവർ പെരുമ്പാവൂരായിരുന്നു അവരെ നിർത്തിയിരുന്നത്. പക്ഷേ അവർ ഇപ്പം എന്തായാലും അവരും വോട്ടേഴ്സ് ലിസ്റ്റിലെ പേരില്ലാത്തതുകൊണ്ട് അവരെ മാറ്റേണ്ടി വന്നിരിക്കുകയാണ്. ലക്ഷ്മിപ്രിയ ആണെങ്കിൽ ഇപ്പോൾ ട്രോളുകൾ കുറേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവർ ബിഗ് ബോസിൽ പോയ ശേഷം ബിഗ് ബോസിൽ നിന്ന് അവരെ പുറത്താക്കിയത് എന്താ പറയുക ഒരു ബൈക്കിന്റെ പുറകിലേക്ക് ഇരുത്തിയിട്ട് അവരെ ഔട്ടാക്കിയത്. അപ്പോൾ ഇപ്പം ആ ഒരു സ്റ്റില്ലും ആ ഒരു റീലൊക്കെ വെച്ചിട്ട് അവരെ ഇപ്പോൾ ട്രോളിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സമയത്ത് അവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സമയത്ത് അവർ പറഞ്ഞിരുന്നത് മമ്മൂട്ടിയും മോഹൻലാലും ജയറാമും ഇവരെല്ലാവരും വരണം എന്നാണ് ആഗ്രഹം, ഇവരെല്ലാവരും എനിക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ട്രോള് വരണത് ഇനി മമ്മൂട്ടി മോഹൻലാലൊക്കെ എന്ത് ചെയ്യും, വരാൻ കാത്തിരിക്കുകയായിരുന്നല്ലോ, അവർ ഈ പറഞ്ഞ പോലെ പെരുമ്പാവൂർ ജയറാം വരാൻ വേണ്ടി നിൽക്കുമായിരുന്നു, ഇനിയിപ്പോൾ ലക്ഷ്മിപ്രിയ ഔട്ടായല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ട്രോളുകൾ വരുന്നുണ്ട്. എന്തായാലും ഇവർക്ക് രണ്ടുപേരെയും പകരക്കാരെ കണ്ടെത്തി എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരാളുടെ പേര് ഞാൻ കണ്ടിരുന്നു. എന്തായാലും നമുക്ക് അത് ഈ പറഞ്ഞ പോലെ എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെയും ഫൈനലായ ശേഷമുള്ള നമുക്ക് വേറെ കുറച്ച് എപ്പിസോഡ്സ് ചെയ്യണം. അപ്പം ഇത് നമ്മളിപ്പോൾ ഈ പറയുന്നതിനെക്കാട്ടും കൂടുതൽ കുറേ ട്വിസ്റ്റുകളൊക്കെ വരുമായിരിക്കും. എന്തായാലും ഇപ്പോൾ ഇവർ രണ്ടുപേരും അതിന്ന് ഔട്ടായിരിക്കുകയാണ്. പിന്നെ ഉള്ളത് അഖിൽ മാരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അഖിൽമാരാറിനെ വെറുക്കുന്നവരുണ്ട്, അഖിൽമാരാറിനെ ആരാധിക്കുന്നവരുണ്ട്. അഖിൽമാരാർ ഇപ്പോൾ 2020 തൃക്കാക്കര കാൻഡിഡേറ്റ് ആണ്. അഖിൽമാരാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഖിൽമാരാർ പണ്ട് കോൺഗ്രസ്സുകാരനായിരുന്നു, കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. പിന്നീട് നമുക്കറിയാം എല്ലാത്തിലും വന്ന അഭിപ്രായം പറഞ്ഞാൽ നെഗറ്റീവായാലും പോസിറ്റീവായാലും കുറെ ട്രോളുകളും കുറെ കമന്റുകളും ഒക്കെ വാരി കൂട്ടുന്ന ഒരാളാണ്. എന്തായാലും ആൾ ബിഗ് ബോസിലൂടെ ഒരു താരമായ ആളാണ്. ശരിക്കും ഒരു ബിഗ് ബോസ് താരം തന്നെയാണ് അഖിൽമാരാർ. പക്ഷെ അഖിൽമാരാറിനെ കുറിച്ചും വളരെ മോശമായിട്ട് ആളുകളും, കാരണം ഇപ്പോൾ NDAയിൽ ഭാഗമായി 2020 ഭാഗമായ ശേഷം ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഒരു ഇൻഫ്ലുവൻസറാണ്, അദ്ദേഹത്തിന്റെ ഇൻഫോ മല്ലു എന്നാണ് പേര്, പേജിന്റെ. അദ്ദേഹത്തിന്റെ പേര് അജു ജേക്കബ് എന്നാണ്. അദ്ദേഹം ഒരു നമ്മുടെ ചാണ്ടിയുമ്മന്റെ ഒക്കെ നാട്ടുകാരനാണ്. അപ്പോൾ അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത് അഖിൽമാരാറിന് ഒരു നയമൊന്നുമില്ല. അതല്ല, അഖിൽമാരാറിനെ കുറിച്ചും റോബിൻ രാധാകൃഷ്ണനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അഖിൽമാരാറിനെ കുറിച്ച് പറഞ്ഞത് അഖിൽമാരാറിന് വ്യക്തമായിട്ട് ഒരു പ്ലാൻ ഉണ്ട്. അഖിൽമാരാറിന് എങ്ങനെയെങ്കിലും ഫേമസ് ആവുക, നിലനിൽക്കുക. പിന്നെ അഖിൽമാരാറിന് അറിയാം ഇപ്പോൾ NDAയുടെ ഭാഗമായി ഇത്തവണ ജയിക്കുന്നില്ല, പക്ഷെ ഇത്തവണ കുറച്ച് വോട്ടൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം NDA ഈ പറയുന്ന 2020 മുന്നണിയെ NDA എന്ന് ചാടിച്ച് മറ്റൊരു മുന്നണിയിലോട്ട് കൊണ്ടുപോയി അതിൽ ജയിച്ച് മന്ത്രിയാവുക എന്നുള്ളതാണ്. അഖിൽമാരാറിന് അങ്ങനെ ഒരു വാക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ റോബിനെ കുറിച്ചായാലും പറയുന്നുണ്ട്. റോബിന് എല്ലാം അന്നത്തിന് വേണ്ടിയുള്ള ഒരു ഇത് മാത്രമാണ്. കാരണം റോബിനും എന്താ പറയാ, ഇത് കഴിഞ്ഞ ഒരു കുറച്ചുകൂടി സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടും. അപ്പോൾ ഇലക്ഷന് നിൽക്കുന്നു. അപ്പോൾ കുറെ മീഡിയക്കാർ തന്നെ ഈ ഓൺലൈൻ ഇന്റർവ്യൂസിന് വേണ്ടിയിട്ട് വിളിക്കും. അപ്പോൾ കുറച്ച് പൈസ മേടിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനും കുറെ കമന്റുകൾ കണ്ടു. അപ്പോൾ എന്തായാലും അഖിൽമാരാർ തൃക്കാക്കരയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അഖിൽമാരാർ പ്രചാരണം തുടങ്ങി. അദ്ദേഹം പറഞ്ഞത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊണ്ട് മാത്രം എനിക്ക് ഒരിക്കലും ഇലക്ഷനിൽ നിന്ന് ജയിക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതിലൊന്നും ഒരു കാര്യമില്ല. കാരണം ഒരു ഭയങ്കര മെഗാസ്റ്റാറായ മമ്മൂട്ടിനെ വരെ ഒരു അഭിപ്രായം പറഞ്ഞതിൽ വലിയ ഇവിടെ എന്തൊക്കെ അധിക്ഷേപങ്ങൾ കേട്ടു. അതുകൊണ്ട് അതിലൊന്നും വോട്ടൊന്നായി മാറുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ പ്രവർത്തനം അല്ലെങ്കിൽ 2020 പ്രവർത്തനത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ എന്നാണ് അഖിൽമാരാർ പറഞ്ഞത്. പിന്നെ അഞ്ജലി നായർ, നമുക്ക് സംസ്ഥാന അവാർഡ് വരെ കിട്ടിയിട്ടുള്ള നടിയാണ്, ബാലതാരമായിട്ട് വന്നിട്ടുള്ളത്. അവര് ഇപ്പോൾ തൃപ്പൂണിത്തറയിലെ 2020 സ്ഥാനാർത്ഥിയായിട്ടാണ് നിൽക്കുന്നത്. തൃപ്പൂണിത്തറ എന്താവും നോക്കാം. തൃപ്പൂണിത്തറയ്ക്ക് കുറെ കാലം കെ ബാബുവിന്റെ മണ്ഡലമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു തവണ സ്വരാജ്, ഇടതുപക്ഷ എന്താ പറയുക, കെ ബാബുവിന്റെ കോട്ട തകർത്ത് സ്വരാജ് പിടിച്ചു. പിന്നീട് അടുത്ത തവണ സ്വരാജിനെ തകർത്ത് കെ ബാബു പിടിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം അഞ്ജലി നായർ നിൽക്കുന്നുണ്ട്. ബാക്കി സ്ഥാനാർത്ഥികളൊക്കെ അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ റോബിൻ BJP സ്ഥാനാർത്ഥിയായിട്ടാണ്. NDAയുടെ ഭാഗം BJP സ്ഥാനാർത്ഥിയായിട്ട് പറഞ്ഞാൽ കുണ്ട്രയിലാണ് നിൽക്കുന്നത്. റോബിനും എനിക്ക് തോന്നുന്നു മോദിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. മോദിയെ കുറിച്ച് പുകഴ്ത്തി ഒരുപാട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഒറ്റപ്പാലത്ത് മേജർ രവി നമുക്കറിയാം, അദ്ദേഹം സ്ട്രോങ് ആയിട്ട് BJPക്ക് വേണ്ടി സംസാരിക്കും, മോദിനെ സംസാരിക്കും. അദ്ദേഹം എല്ലാത്തിലും അദ്ദേഹത്തിന്റെ അഭിപ്രായം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് ചീത്തവിളി കേട്ടാൽ പോലും അദ്ദേഹം ഒരു മിലിറ്ററി ഓഫീസർ ആയതുകൊണ്ട് അദ്ദേഹം എന്താ പറയുക, ഒരു എന്നും ജയ് ഹിന്ദ് എന്ന് പറയുന്ന ഒരു ഇതോടുകൂടി അദ്ദേഹം എപ്പോഴും സംസാരിക്കുന്നതാണ്. അദ്ദേഹം അതല്ലാതെയും ശരിക്കും അദ്ദേഹം വ്യക്തിപരമായിട്ടും അദ്ദേഹം രാഷ്ട്രീയം നോക്കാതെ ആളുകളായിട്ട് ഇടപെടുകയാണ്. എനിക്ക് തോന്നുന്നു P രാജീവ് 2016 തോന്നുന്നു P രാജീവ് ഇലക്ഷൻ നിൽക്കുന്നത്. അതോ 2019 P രാജീവ് നിന്നിരുന്നു തോന്നുന്നു ലോക്സഭ ഇലക്ഷൻ. അന്ന് ഹൈബീഗഡൻ MP ആ സമയത്ത് P രാജീവിന് വേണ്ടി പ്രചാരണത്തിന് വന്ന ആളായിരുന്നു മേജർ രവി. അപ്പോൾ ബന്ധങ്ങൾക്കും അദ്ദേഹം വില കൽപ്പിക്കുന്നവരാണ്. രാഷ്ട്രീയത്തിന് അതീതമായി ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നത്. അദ്ദേഹം BJPയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. കഴിഞ്ഞ ടേമിൽ BJPയുടെ വൈസ് പ്രസിഡന്റ് ആയി പ്രവർത്തിച്ചു. ഇപ്രാവശ്യം എന്തായാലും ഒറ്റപ്പാലത്ത് അദ്ദേഹം നിൽക്കുകയാണ്. ഒറ്റപ്പാലത്ത് പ്രതീക്ഷയുണ്ട് എന്നാണ് കേൾക്കുന്നത് പല വഴിക്ക്. സുരേഷ് ഗോപി അതിനുവേണ്ടി ചുവരെഴുത്തിന് വേണ്ടി ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ സുരേഷ് ഗോപി അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് വേണ്ടി, പ്രചാരണത്തിന് വേണ്ടിയിട്ട്. പിന്നെ അദ്ദേഹം സുരേഷ് ഗോപി നല്ല ബന്ധമാണ്. അതേപോലെ സുരേഷ് ഗോപിയായിട്ട് ഒരു എന്താ പറയുക, ഒരു ചേട്ടൻ അനിയനും ബന്ധം പോലെയാണ് എനിക്ക് സുരേഷ് ഗോപിയായിട്ടുള്ള. മോഹൻലാലായിട്ടുള്ള ബന്ധം പോലെയല്ല, സുരേഷ് ഗോപിയായിട്ട് വേറൊരു തരത്തിലുള്ള ഒരു ബന്ധമാണെന്ന് പറഞ്ഞത്. എന്തായാലും NDA ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസിനെ കാൻഡിഡേറ്റ്സ് ആയിട്ട് നിർത്തിയിരിക്കുന്നത്. പിന്നെ സുരേഷ് ഗോപി നമുക്കറിയാം ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ ആളുകൾക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെ സുരേഷ് ഗോപിനെ നിർത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം നല്ലൊരു വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ മോദി വന്നു, ഒരുപാട് ശ്രമിച്ചു സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് വരെ മോദി സംസാരിച്ചു. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മോദി വന്നു. അതെല്ലാം കൂടി അവസാനം വോട്ടായി മറിഞ്ഞ് സുരേഷ് ഗോപി MP ആയി. ആദ്യമായിട്ട് കേരളത്തിന്റെ ഒരു ലോക്സഭ MP BJP നിന്ന് കിട്ടിയത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി പക്ഷേ ഇപ്പോഴും പറയുന്നത് തൃശ്ശൂരിലെ ജനങ്ങൾ രാഷ്ട്രീയം നോക്കാതെയാണ് എനിക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുള്ളത്. ആ വോട്ട് ഇപ്രാവശ്യം അവിടെ പത്മജ വേണുഗോപാലാണ്, പത്മജയ്ക്കൊക്കെ കിട്ടും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും NDA കാൻഡിഡേറ്റ്സ് 2020 കുറെ സെലിബ്രിറ്റീസ് നിർത്തി. അപ്പോൾ കുറെ ട്രോളുകൾ വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ BJPയുടെ അകത്തും, അതായത് BJP എറണാകുളം ജില്ലയിൽ BJPയുടെ മെജോറിറ്റി സീറ്റ്സും പ്രതീക്ഷിച്ചിരുന്നോർത്ത് ഇപ്പോൾ NDA 2020 ആണ് നിൽക്കുന്നത്. അതിൽ BJPയുടെ അകത്തിന് കുറെ അതിർത്തി ഉണ്ട് എന്ന് കേൾക്കുന്നു. അതൊക്കെ അവരുടെ പൊളിറ്റിക്കൽ കാര്യങ്ങളാണ്. എന്തായാലും NDA ഇപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസ് നിർത്തിയിട്ടുണ്ട്, BJP നിർത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്കിനി നോക്കാം, അതൊക്കെ വോട്ടായി മാറും എന്നുള്ളത്. പിന്നെ കോൺഗ്രസ് ആണെങ്കിൽ ഇപ്രാവശ്യം പല പേരുകൾ, സെലിബ്രിറ്റീസിന്റെ പേരൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ വന്നിരിക്കുന്നത് പാലക്കാട് രമേശ് പിഷാരടിയാണ്. രമേശ് പിഷാരടി എന്നും
താനൊരു ഉറച്ച കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായങ്ങൾ, നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമോ അദ്ദേഹം സംസാരിക്കുന്നതോ ഒക്കെ എപ്പോഴും കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അദ്ദേഹം ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനായിട്ട് വന്നു, പിന്നീട് നടനായി, സംവിധായകനായി. പക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയുന്നതാണ്. നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും എന്ത് തോന്നിയാലും അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു വ്യക്തിയാണ്. നമുക്കറിയാം മമ്മൂട്ടിയുടെ സ്വന്തം സഹചാരിയാണ് അദ്ദേഹം. അദ്ദേഹം പറയുകയാണ്, എനിക്ക് മമ്മൂക്കയുടെ കൂടെ, ഞാനാണ് മമ്മൂക്കയുടെ കൂടെ നടക്കണം, മമ്മൂക്ക ഒരിക്കലും എന്നെ കൂടെ കൊണ്ടുപോകണം, ഞാൻ കൂടെ പോകണം. ഈ പ്രശ്നം അദ്ദേഹം പറഞ്ഞിരുന്നു, മമ്മൂക്കയായിട്ട് ഞാൻ എന്നും സംസാരിക്കുന്നതാണ്, മമ്മൂക്ക എനിക്ക് കുറെ ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. മമ്മൂട്ടി നമുക്കറിയാം ഒരു ഇടതുപക്ഷ സഹയാത്രികരാണ്, കൈരളി ടിവിയുടെ ചെയർമാനാണ്, പിണറായിയുടെ ഒക്കെ അടുത്ത ആളാണ്, പഴയ SFI-കാരനാണ്. അപ്പോൾ പിഷാരടി രാഷ്ട്രീയം മമ്മൂട്ടിയുടെ രാഷ്ട്രീയം രണ്ടാണ്, പക്ഷെ അവർ തമ്മിൽ നല്ല ബന്ധമാണ്. പിഷാരടി പറഞ്ഞത്, ഇപ്രാവശ്യം ഞാൻ പാലക്കാട് നിൽക്കുന്നു, എന്നെ ജനങ്ങൾക്കറിയാം, ഞാൻ ആരാണ് എന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, ഇനി അവരെ പോയി കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അത് എന്നെ അറിയാം എന്നുള്ള ഒരു സെലിബ്രിറ്റി എന്ന രീതിയിൽ അദ്ദേഹത്തിന് അത് ഗുണമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ അവിടെ MLA ആയിരുന്നു, പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പൊ ഇവർ രണ്ടുപേരും തുടങ്ങി വെച്ച് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, അത് ജയിച്ചാൽ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് എനിക്കിഷ്ടം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ വിവാദങ്ങളൊക്കെ നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആക്ഷേപം, അതൊക്കെ കേസ് കോടതിയിൽ നിൽക്കുകയാണ്. ഒരു MLA രീതിയിൽ അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളുണ്ട്, അത് നമ്മൾ എടുത്തു പറയുന്നു, അതിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യും എന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞു, ഞാൻ ജയിച്ചാൽ ഇവിടേക്ക് ഞാൻ മമ്മൂക്കയെ കൊണ്ടുവരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തായാലും. പിന്നെ UDF തന്നെ, കോൺഗ്രസ് അല്ല, പക്ഷേ UDF മറ്റൊരു ഘടകകക്ഷിയെ അവിടെ മാണി സി കാപ്പൻ, അദ്ദേഹം നമുക്കറിയാം നടനാണ്, നിർമ്മാതാവാണ്, വലിയ ബിസിനസ്സുകാരനാണ്. മാണി സി കാപ്പൻ സിറ്റിംഗ് MLA ആണ് പാലയിലെ. ഇപ്പൊ അദ്ദേഹം അവിടെ വീണ്ടും നിൽക്കുകയാണെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ നിൽക്കുന്നത് LDF ജോസ് കെ മാണി, അതുപോലെ തന്നെ NDA ഷോൺ ജോർജുമാണ്. അപ്പം ഭയങ്കര ത്രികോണ മത്സരമാണ്. മാണി സി കാപ്പൻ ഒരു സെലിബ്രിറ്റി എന്നതുപരി അവിടുത്തെ പാലക്കാർക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജയിച്ചത്. അപ്പോൾ പക്ഷേ ഇപ്രാവശ്യം ടൈറ്റാണ് കോമ്പറ്റീഷൻ, എന്താവും നമുക്ക് നോക്കാം. LDF ഇപ്രാവശ്യം സെലിബ്രിറ്റി എന്ന് പറയാൻ ഉള്ളത് KB ഗണേഷ് കുമാർ. അദ്ദേഹം ഒരു സെലിബ്രിറ്റിയോ നടന്നതുപരി അദ്ദേഹം വർഷങ്ങളായിട്ടുള്ള MLA ആണ്. അദ്ദേഹം ഏത് മുന്നണിയിൽ നിന്നാലും അദ്ദേഹം ജയിക്കുന്നതാണ്. അദ്ദേഹത്തിന് അത്ര ജനങ്ങൾക്ക്, പത്തനാപുരക്കാർക്ക് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ ഇപ്രാവശ്യം അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ കുടുംബത്തിനകത്തുനിന്നുള്ളതൊക്കെ നമ്മൾ കേട്ടു. ഭയങ്കര പ്രശ്നങ്ങളോട് അദ്ദേഹം പോയി, പക്ഷെ അതൊക്കെ അതിജീവിച്ച് അദ്ദേഹം സജീവമായിട്ട് പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഗണേഷ് കുമാർ ജയിക്കുമോ എന്നുള്ളത് നോക്കാം. ചരിത്രത്തിൽ അദ്ദേഹം അങ്ങനെ തോൽവി അറിഞ്ഞിട്ടില്ല, എന്താവും എന്നുള്ളത് നമുക്ക് ഈ പ്രാവശ്യം. അതൊരിക്കലും സെലിബ്രിറ്റി സ്റ്റാറ്റസ് അല്ല എങ്കിലും ഞാൻ പറഞ്ഞപ്പോൾ നമുക്കൊരു സിനിമാ താരങ്ങളുടെ പേരുകൾ പറയുമ്പോൾ ഗണേഷ് കുമാറിന്റെ പേര് പറഞ്ഞെന്നുള്ളൂ. പിന്നെ കഴിഞ്ഞ തവണ MLA ആയിരുന്ന മുകേഷിന് ഇത്തവണ സീറ്റില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ എന്തായാലും എല്ലാ ഇലക്ഷനും വരുമ്പോഴും കുറേ സെലിബ്രിറ്റീസിന്റെ പേര് മാറി മറിഞ്ഞാലും എപ്പോഴും കേൾക്കുന്ന പേരാണ് മമ്മൂട്ടി നിൽക്കും, മോഹൻലാൽ നിൽക്കും എന്നുള്ളത്. പിന്നെ നമുക്ക് സ്പോർട്സിലെ നമ്മുടെ IMB ജയനെ എല്ലാ മുന്നണികളും ശ്രമിച്ചു എന്നാണ് IMB ജയൻ തന്നെ പറഞ്ഞത്. IMB ജയൻ പറഞ്ഞത്, എനിക്ക് എല്ലാവരോടും സ്നേഹമുണ്ട്, എന്നെ ഒരു പോലീസുകാരനാക്കിയത് എനിക്ക് K കരുണാകരനാണ് എന്നെ പോലീസിലെടുത്തത്. അതിനുശേഷം എനിക്ക് ഇപ്പൊ പ്രൊമോഷൻ തന്നത് പിണറായി സഖാവാണ്, എനിക്ക് പത്മശ്രീ തന്നത് BJP ഗവൺമെന്റാണ്, മോദിയുടെ ഒരു ദൂതൻ ഇദ്ദേഹത്തെ വന്ന് കണ്ടിരുന്നു, അതുപോലെ തന്നെ സുരേഷ് ഗോപി വിളിച്ചു, എല്ലാവരും എന്നോട് ചോദിച്ചു, പക്ഷെ എനിക്ക് അങ്ങനെ ഇലക്ഷൻ നിൽക്കാൻ താല്പര്യമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഒരു പാർട്ടി എനിക്ക് എന്നെ ഒരു രാജ്യസഭ MP ആക്കി, അപ്പൊ PT ഉഷയൊക്കെ പോലെ രാജ്യസഭ MP ആക്കി കഴിഞ്ഞാൽ എനിക്ക് അതിനോട് താല്പര്യമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അതിന്റെ അടിയിൽ തന്നെ ഒരു കമന്റ് വന്നു, അപ്പോൾ തെരഞ്ഞെടുപ്പ്, അതായത് ഇലക്ഷനിൽ നിന്ന് പണിയെടുത്ത് വേർക്കാൻ താല്പര്യമില്ല, ഈസി ആയിട്ട് രാജ്യസഭ MP ആവാം, അതൊരു വല്ല കേന്ദ്രമന്ത്രിയേക്കാവാൻ താല്പര്യമുണ്ടല്ലേ, അത് ഒരു നല്ല പ്രവണതയാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനെതിരെ ഒരു കമന്റ് വരുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ പറയുക. ശരിയാണ്, അതൊരു രാജ്യസഭ MP എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ലോക്സഭ MP എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ തെരഞ്ഞെടുത്ത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ ശ്രമിക്കണം, കൂടുതൽ ടൈറ്റ് കോമ്പറ്റീഷനും കൂടുതൽ ഉത്തരവാദിത്വവും വരും ജയിച്ചു കഴിഞ്ഞാൽ. എന്തായാലും ഇപ്പം ഇത്രയും സ്ഥാനാർത്ഥികളാണ് സെലിബ്രിറ്റീസ് നിർത്തിയിരിക്കുന്നത്. ഈ സെലിബ്രിറ്റികളുടെയൊക്കെ സിനിമകൾ കാണാൻ ആളുകൾ തിയേറ്ററിൽ പോകും, അവർ വന്നാൽ സെൽഫി എടുക്കും, അവർ വന്നാൽ ആൾ കൂടും. പക്ഷെ അതൊക്കെ വോട്ടായി മാറുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഇനിയും ആരുടെയൊക്കെ പേരുകൾ വരും എന്നറിയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം ഷൈലമേൻ്റെ പേര് കേട്ടിരുന്നു, ഉണ്ണിമൂന്നിൻ്റെ പേര് കേട്ടിരുന്നു, പലവരുടെ പേരുകളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോഴും തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നു ഉണ്ണിമൂന്നൻ നിൽക്കുമെന്നാണ് ഒറ്റപ്പാലത്ത് നിന്ന് കേട്ടത്. ഇപ്പം എന്തായാലും അവിടെ മേജർ രവിയാണ് നിന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഉണ്ണിമൂന്നിന് വോട്ടുള്ളത് ഒറ്റപ്പാലമാണ്. അദ്ദേഹത്തിന്റെ വോട്ട് അഡ്രസ്സ് ഒറ്റപ്പാലത്താണുള്ളത്. അദ്ദേഹം ഒറ്റപ്പാലത്താണ് വീട് വെച്ചിരിക്കുന്നത്. എറണാകുളത്തും വീടുണ്ട്, പക്ഷെ അദ്ദേഹം ഒറ്റപ്പാലത്താണ് കൂടുതൽ പ്രവർത്തനം എന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ണിമൂന്നിനെ കൂടുതൽ അദ്ദേഹം വ്യക്തിപരമായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് ഒറ്റപ്പാലത്താണ് തോന്നുന്നു. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ എന്തായാലും ഇലക്ഷന്റെ മറ്റ് വിശേഷങ്ങളും കുറെ സസ്പെൻസും ട്വിസ്റ്റുകളും തമാശകളൊക്കെ നമുക്ക് വേറെ പങ്കുവയ്ക്കാനുണ്ട്. ഇപ്പോൾ ഈ സെലിബ്രിറ്റീസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പോലെ ഒരു സെലിബ്രിറ്റിയെ കണ്ടുകൊണ്ട് ആളുകൾ വോട്ട് ചെയ്യോ, അത് ആരാധന വോട്ടായി മാറുമോ, കൂടുതലും മാറിയിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിലെ ചരിത്രം. ഒരു സുരേഷ് ഗോപിയോ ഒരു ഇന്നസെന്റോ ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ പ്രൈം നസീർ പോലും വന്നിട്ട് പണ്ട് വോട്ടായി മാറാത്തതാണ്.
അപ്പോൾ ഇപ്രാവശ്യം 2026 എന്ത് സംഭവിക്കും, അത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നമുക്ക് കമൻറ്റ് ചെയ്യുക.